കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. ആഗോള വിപണിയിൽ സ്വർണത്തിനുണ്ടായ തിരിച്ചടിയാണ് കേരളത്തിലും വില കുറയാൻ കാരണമായത്. പവന് ഇന്ന് 480 രൂപയാണ് കുറഞ്ഞത്. 1,05,240 രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. കേരളത്തിൽ ഇന്നും സ്വർണ്ണ വിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണത്തിനുണ്ടായ തിരിച്ചടി തന്നെയാണ് കേരളത്തിലും വില കുറയാൻ കാരണമായത്. പണപ്പെരുപ്പ ആശങ്കകൾക്കിടെ US കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് എന്ത് നിലപാടെടുക്കുമെന്ന നിക്ഷേപകരുടെ ആശങ്കയാണ് ഇന്ന് വിപണിയെ കൂടുതൽ സ്വാധീനിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുമ്പോൾ സ്വർണ്ണവില കുറയുന്നതായിരുന്നു ട്രെൻഡ്. യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന തരത്തിലുള്ള US ഇറാൻ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ വില ഇടിയാൻ കാരണമായിരുന്നു. ബാരലിന് $100 മുകളിൽ ഉയർന്ന വില ഇതോടെ $80 താഴേക്കും നീങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസം US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം സ്ഥിതി വീണ്ടും രൂക്ഷമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ജോർദാനിലാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ നീക്കത്തെ കരുതലോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് US വ്യക്തമാക്കിയത്. ഇത് വീണ്ടും സംഘർഷം ശക്തമാക്കുന്നുവെന്ന ഭീതിയും ഉയർന്നിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ വീണ്ടും ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡ് ഇന്ന് ബാരലിന് $82 വ്യാപാരം നടത്തുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് ഡോളറിന്റെ മൂല്യം ഉയർത്തും. ഇത് സ്വർണത്തിന് തിരിച്ചടിയാണ്. ഇതാണ് ഇന്ന് വിലയിൽ പ്രതിഫലിച്ചത്. കേരളത്തിൽ ഇന്ന് 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 13,155 രൂപയാണ് വില. ഒറ്റ ദിവസം കൊണ്ട് 60 രൂപയുടെ ഇടിവാണുണ്ടായത്. പവന് ഇന്ന് 480 രൂപയാണ് കുറഞ്ഞത്. 1,05,240 രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. 18 കാരറ്റിന് ഇന്ന് ഗ്രാമിന് 10,805 രൂപയും പവന് 86,440 രൂപയുമാണ് വില. കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവില ഇടിയുകയാണ്. ഇതോടെ സ്വർണം 1,00,000 താഴേക്ക് പോകുമോ എന്ന ചോദ്യങ്ങളാണ് ആഭരണ പ്രേമികൾ ഉയർത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയേറെയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 1,00,000 താഴേക്ക് നേരിയ തോതിൽ ഇടിഞ്ഞാലും സ്വർണം വൈകാതെ തന്നെ തിരിച്ചുവരവ് നടത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.